മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി അജി നാരായണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബി.ജെ.പി. ബി.ഡി.ജെ.എസ് പ്രവർത്തകരുടെ അകമ്പടിയോടെ എത്തി കോതമംഗലം തഹസിൽദാർക്ക് അജി നാരായണൻ നാമനിർദ്ദേശ പത്രിക നൽകി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലിന്റെ അവസാന ദിനമായ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി അജി നാരായണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. ബി.ജെ.പി. ബി.ഡി.ജെ.എസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് കോതമംഗലം തഹസിൽദാർ എൻ. ഗിരീഷ് കുമാറിന്റെ ഓഫീസിലേക്ക് എത്തിയത്. അവസാന ദിവസമായിരുന്നതുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ പത്രിക സമർപ്പിക്കാൻ എത്തിയിരുന്നു. ഏറെ നേരം കാത്തുനിന്ന ശേഷമാണ് തഹസിൽദാരുടെ ഓഫീസിലേക്ക് പ്രവേശിക്കാനായത്. തുടർന്ന് അപേക്ഷ സമർപ്പിച്ചു. ശേഷം സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലി. ശേഷം ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധന നടത്തി. പത്രികാ സമർപ്പണത്തിന് ശേഷം പുറത്തേക്കെത്തിയ അജി നാരായണൻ കോതമംഗലം മണ്ഡലത്തിലെ എൻ.ഡി.എയുടെ വിജയത്തിൽ 100% വിജയപ്രതീക്ഷയുള്ളതായി വ്യക്തമാക്കി. 100% വിജയസാധ്യതയിലാണ് നമ്മളിവിടെ മത്സരിക്കുന്നത്. കാരണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ ലോക രാജ്യങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ലോകാരാധനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ വൻ വികസനം ഇന്ന് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വികസന പ്രവർത്തനങ്ങൾ ഒരാൾ കൊണ്ടുവന്നാൽ അത് മുടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓപ്പോസിറ്റുള്ള പാർട്ടികൾ കാണിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കോതമംഗലത്തെ ടൗൺ ഹാള്. 2010 അതിന് ഫണ്ട് അനുവദിച്ചതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിവിടെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓപ്പോസിറ്റ് പാർട്ടി അത് മുടക്കുകയും ഇന്ന് വരെ അതിനുശേഷം അവർ ഭരണത്തിൽ വന്നതിന് ശേഷം അവർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്നിരുന്ന ഭരണപക്ഷം അത് ഉടക്കി മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ ഗ്യാസ് ക്രിമറ്റോറിയം, ഇവിടെ അടിസ്ഥാനപരമായ നിരവധി കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. ഗ്യാസ് ക്രിമറ്റോറിയം അടക്കം കുടിവെള്ള പദ്ധതി. ഇവിടെ വെള്ളമില്ലാത്ത നാടല്ല ഈ കോതമംഗലം. പെരിയാർ എന്ന് പറയുന്ന ജലസമ്പന്നമായ ഈ പെരിയാറാണ് ഈ കോതമംഗലം നിയോജകമണ്ഡലത്തിന്റെ നടുവിലൂടെ ഒഴുകുന്നത്. ആ വെള്ളം ഇവിടെ സുലഭമായി ലഭിക്കുന്നതിനുള്ള പദ്ധതികൾ ബി.ഡി.ജെ.എസ് ജില്ലാ പ്രസിഡന്റ് സി.പി. സത്യൻ, നിയോജകമണ്ഡലം പ്രസിഡന്റ് എം.പി. തിലകൻ, ജില്ലാ സെക്രട്ടറി എം.കെ. ചന്ദ്രബോസ്, നിയോജകമണ്ഡലം സെക്രട്ടറി അജേഷ് തട്ടേക്കാട്, നിയോജകമണ്ഡലം ട്രഷറർ പി.പി. വാസു, ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് പി.പി. സജീവ്, മണ്ഡലം ഇൻചാർജും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് സൂരജ് ജോൺ, ജില്ലാ ട്രഷറർ അനിൽ ഞാളുമടം, മണ്ഡലം പ്രസിഡന്റ് സിന്ധു പ്രവീൺ, അരുൺ നെല്ലിമറ്റം, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി.കെ. രാജേന്ദ്രൻ, ഇ.കെ. അജിത് കുമാർ, ഉണ്ണികൃഷ്ണൻ അമ്പോലി, മണ്ഡലം സെക്രട്ടറി ജെറിൻ ലാസർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.